ഓൾറെഡി നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 2 ട്രെയിലർ ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 48 മണിക്കൂറിനുള്ളിൽ ഓൾറെഡി 3 ട്രെയിലേഴ്സാണ് ലീക്ക് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ തോർണി സ്റ്റീവ് റോജേഴ്സിൻ്റെ ഒരു ട്രെയിലറും പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒരു ട്രെയിലറും. നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് റിട്ടേൺ ആവുന്ന ട്രെയിലർ ഒഫീഷ്യലി തന്നെ ഇപ്പോൾ HD ആയിട്ട് മാർവൽ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ തോറിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അത് ഉടനെ തന്നെ വരും. ആ ട്രെയിലർ നമ്മൾ ഓൾറെഡി ബ്രേക്ക് ഡൗൺ ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്പൈഡർമാൻ്റെ ട്രെയിലറിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നോക്കാം. ഓൾമോസ്റ്റ് ഈ ട്രെയിലർ 1.40 സെക്കൻഡ് ഉണ്ട്. സോ ഇനി കൂടുതൽ പറഞ്ഞ് ഓവറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ആദ്യം പണ്ട് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ നമ്മളത് ആണോ നോക്കുന്നത്. പിന്നെ ഒരുപാട് ഇൻസൈഡേഴ്സൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് പിന്നെയാണ് മനസ്സിലായത് ഇത് ഒറിജിനൽ ലീക്ഡ് ട്രെയിലർ തന്നെയാണെന്ന്. ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പീറ്റർ പാർക്കർ സംസാരിക്കുന്ന പോലെയാണ്. അതിൽ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് പീറ്റർ പാർക്കർ, എന്നെ നിങ്ങൾക്ക് എന്തായിട്ട് അറിയാൻ ചാൻസ് ഇല്ല, പക്ഷെ വലുതായിട്ട് എന്തോ സംഭവിക്കാൻ വേണ്ടി പോവാണ്, അതിനെ തടുക്കണമെങ്കിൽ എന്നെ എല്ലാവരും മറക്കണമെന്ന്. ഇതാണ് തുടക്കത്തിൽ തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ പറയുന്നത്. ഓഫ് കോഴ്സ് ഇത് നമ്മുടെ നോ വേ ഹോമിലെ കണ്ടിന്യൂഷൻ ആണ്. അതായത് പുള്ളിനെ എല്ലാവരും മറന്നു. ഐ മീൻ സ്പൈഡർമാൻ എന്നൊരാളുണ്ടെന്ന് അറിയാം, പക്ഷേ പീറ്റർ പാർക്കർ എന്നൊരാളുള്ളത് ഈ ലോകം മൊത്തം മറന്നിരിക്കുകയാണ്. പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതായത് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ കൂടെയൊക്കെ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്തല്ലേ അവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന്. ആക്ച്വലി സ്പൈഡർമാൻ അവഞ്ചേഴ്സിൻ്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അവഞ്ചേഴ്സിനൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷേ ആ മാസ്കിൻ്റെ ഉള്ളിലുള്ള പീറ്റർ പാർക്കറാണ് ഈ സ്പൈഡർമാൻ എന്നുള്ള കാര്യം മാത്രമായിരിക്കും അവർ മറന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഡയലോഗ് നമ്മുടെ സ്പൈഡർമാൻ ആരുടേതോ പറയുന്നത് പോലെയാണുള്ളത്. ഐ മീൻ അങ്ങനെയാണെങ്കിൽ സ്പൈഡർമാനാണ് പീറ്റർ പാർക്കർ എന്ന് അറിയാവുന്ന ഒരാളുടെ അടുത്താണ് പുള്ളി ഈ കാര്യം ഓൾറെഡി പറയാവുന്നത്. പുള്ളി ഈ കാര്യം പറയുന്നത് തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതെങ്ങനെ പുള്ളി പീറ്റർ പാർക്കർ ആണെന്നുള്ള അവിടെയുള്ള ആർക്കെങ്കിലും അറിയാവുന്നത്? ഒന്നെങ്കിൽ പുള്ളി അത് ആരടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പുള്ളിയാണ് പീറ്റർ പാർക്കർ ഐ മീൻ സ്പൈഡർമാൻ എന്നുള്ള കാര്യം. മിക്കവാറും അത് MJ ആവാനാണ് ചാൻസ്. കാരണം ഇത് എന്തുകൊണ്ടാണ് പുള്ളി ആരുടെ അടുത്തെങ്കിലും പറയുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രെയിലറിൽ അതിനുശേഷമുള്ള അടുത്ത പുള്ളിയുടെ ഡയലോഗ് ഞാനാണ് പീറ്റർ പാർക്കർ സ്പൈഡർമാൻ എന്നും പുള്ളി പറയുന്നുണ്ട്. അതിനുശേഷമുള്ള ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പീറ്റർ പാർക്കർ മാത്രമല്ല, ഞാനാണ് സ്പൈഡർമാൻ. ചില സമയങ്ങളിൽ സ്പൈഡർമാന് കുറച്ച് കഷ്ടമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ അത് പീറ്റർ പാർക്കറിൻ്റെ മനസ്സിനെ തകർക്കുന്ന പോലെ ഉള്ളതാണെങ്കിലും അത് എടുത്തേ പറ്റൂ. ഐ തിങ്ക് നോ വേ ഹോമിൽ എങ്ങനെയാണോ നമ്മുടെ പീറ്റർ പാർക്കർ ലാസ്റ്റ് MJയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുള്ളി ഈ ബ്രാൻഡ് ന്യൂ ഡേയിൽ പറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയൊക്കെ റിഹേഴ്സൽ ചെയ്യുന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത്. അങ്ങനെ പുള്ളി ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളി ഒരുപാട് വില്ലൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഒരുപാട് ജനങ്ങളെ രക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ക്ലിയർ അല്ല, എന്നാലും പുള്ളി ആരോ ഒരു കോമിക്കിൻ്റെ അതേ കവർ ഫോട്ടോയിൽ രക്ഷിക്കുന്ന പോലെ ഒരു എക്സാക്ട് സീനൊക്കെ വെച്ചിട്ടുണ്ട്, കോമിക് ആക്യുറേറ്റ് ആയിട്ട്. പിന്നെ പുള്ളി ആരുമായിട്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ആ വീഡിയോ എന്ന് പറയുന്നത് തന്നെ അത്രയ്ക്കും ലോ ക്വാളിറ്റിയിലായിരുന്നു. സോ അതിൽ ഒരു ഷാഡോ പോലെയൊക്കെ മനസ്സിലാവുന്നുള്ളൂ, വോയിസ് അത്യാവശ്യം ക്ലിയർ ആവുന്നുള്ളൂ. പിന്നെ പുള്ളി ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻഡ് സീക്വൻസിൽ തന്നെ ഷാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലനെയും ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഷാത്ര ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഷിഫ്റ്റിംഗ് വില്ലനാണ്, സ്പൈഡർമാൻ്റെ വില്ലൻ തന്നെ. ഇതിൽ ക്ലിയർ ആയിട്ട് ആ ഷാത്രയുടെ മുഖം കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് സേഡി സിംഗ് ആണ് ഈ ഷാത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ആവാനാണ് ചാൻസ്. പിന്നെ ഈ ട്രെയിലറിൽ കൺഫേംഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരാളാണ് നമ്മുടെ പണിഷർ. ഈ പടത്തിന്റെ മെയിൻ വില്ലയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഈ ഷാത്ര എന്ന് പറയുന്ന ക്യാരക്ടറാണ്. കാരണം അടുത്തൊരു ഡയലോഗിൽ ഈ ഷാത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ടോക്ക് ചെയ്യുന്ന പോലെ ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു മെസ്സാണ് സ്പൈഡർമാൻ, എൻ്റെ വഴിയിൽ മാത്രം നീ ഇടയിൽ കയറി വരരുത്, എൻ്റെ വഴി വിട്ട് നീ മാറി നിന്നോ, ഇല്ലെങ്കിൽ നീ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ഓർമ്മയില്ലാത്തത് നിന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എന്നുള്ള ഒരു ഭീഷണിയും കൂടി പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. സോ ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഈ ഷാത്ര എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം അങ്ങനെ തന്നെ വെച്ചോ, പക്ഷെ അവർക്ക് എങ്ങനെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിട്ട് ആ സ്പെല്ലിനെ കുറിച്ച് അറിയാം, മാത്രമല്ല പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ഈ ലോകത്തിലുള്ള എല്ലാവരും മറന്നിരിക്കുന്ന കാര്യം അറിയാം. ഈ സമയത്താണ് നമ്മൾ കോമിക്സിലേക്ക് ഒന്ന് എത്തി നോക്കേണ്ടത്. കാരണം ഈ ഷാത്ര എന്ന് പറയുന്നത് ഒരു മൾട്ടിവേഴ്സൽ ലെവൽ വില്ലനാണ്. ചിലപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ മൾട്ടിവേഴ്സിലുള്ള വില്ലന്മാരൊക്കെ കയറ്റി വിടുന്നോ, അല്ലെങ്കിൽ നിനക്കറിയാവുന്ന നിന്റെ വേണ്ടപ്പെട്ടവരെ നീ പോലും അറിയാതെ ഞാൻ കൊന്നുകളയുന്നൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പീറ്റർ പാർക്കറിനൊന്ന് വരട്ടുന്നതായിരിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഷാത്ര തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ വില്ലിന് കൺഫേംഡ് ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു സീനിൽ നമ്മുടെ പീറ്റർ പാർക്കർ ഐ മീൻ സ്പൈഡർമാൻ ബിൽഡിങ്ങിന്റെ മുകളിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ കിടക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല പുള്ളി എവിടെയാണെന്നുള്ളത് പോലും അറിയാതെ നിൽക്കുകയാണ്. പുള്ളിക്ക് എന്താണ് നടക്കുന്നത് തന്നെ മനസ്സിലാവില്ല, മൊത്തം കുഴഞ്ഞു പറഞ്ഞൊരു നിലയിലാണ് പുള്ളിയുള്ളത്. സോ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം ഷാത്രയായിരിക്കും മെയിൻ വില്ലൻ എന്ന്. കാരണം ഈ ഷാത്രയ്ക്ക് വേറൊരു പവറും കൂടി ഉണ്ട്, അതാണ് മൈൻഡ് കൺട്രോളിങ്. അതായത് ഷേപ്പ് ഷിഫ്റ്റിങ്ങും ഉണ്ട്, മൈൻഡ് കൺട്രോളിങ്ങും ഉണ്ട്. സോ ഒരുപാട് വില്ലൻസിനെ ചിലപ്പോൾ ഈ ഷാത്ര തന്നെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് പുള്ളിക്കാരത്തിയുടെ കീഴെ ജോലി ചെയ്യിക്കുന്നതായിരിക്കാം. അതിനുശേഷം നമ്മുടെ സ്കോർപ്പിയനെ കാണിക്കുന്നുണ്ട്, പുള്ളി ആരെയോ നോക്കി ചിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ ഷാത്ര തന്നെ വന്നിട്ട് നമ്മുടെ ഈ പുള്ളിക്ക് എന്തെങ്കിലും സ്പൈഡർമാനെ എതിർക്കാനുള്ള അസൈൻ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി ആയിരിക്കാം. അതിനുശേഷം നമ്മുടെ പീറ്റർ പാർക്കർ പുള്ളിയുടെ സ്പൈഡർമാൻ സൂട്ടിൽ തന്നെ തല പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ഒരു സീനുണ്ട്. അതായത് നോ വേ ഹോമിൽ പുള്ളിയുടെ ഐഡന്റിറ്റി റിവീൽ ആകുമ്പോൾ പുള്ളി നിൽക്കുന്ന ഒരു സീനില്ലേ, അതേപോലത്തെ ഒരു സീന്. ഒരു പക്ഷേ ചിലപ്പോൾ ആ ഷാത്ര നമ്മുടെ ഈ പീറ്റർ പാർക്കറിനെ ഐ മീൻ സ്പൈഡർമാനെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആയിരിക്കാം.
അങ്ങനെ പുള്ളി തലേ കൈ വെക്കുന്നതായിരിക്കാമല്ലോ. പിന്നെ ഓഫ് കോഴ്സ് പിന്നെ കാണിച്ചിരിക്കുന്ന ഒരു സീന് നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ലീക്കിലൊക്കെ ഒരുപാട് ബിഹൈൻഡ് ദ സീൻ ഫുട്ടേജ് ആയിട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പീറ്റർ പാർക്കർ ഒരു ടാങ്കറിന്റെ മുകളിൽ കയറിയിട്ട് ചേസ് ചെയ്യുന്നൊക്കെ ഒരു സീന്. അതിൽ നമ്മുടെ സ്പൈഡർമാൻ ആ ചേസിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ ആ ടാങ്കിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഐ മീൻ വലയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ പുള്ളിനെ വന്നൊരു വാൻ ഇടിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് പണിഷറുടെ വാൻ ആയിരിക്കാമെന്നും ഒരുപാട് റൂമേഴ്സ് ഉണ്ട് ഇപ്പോൾ. പിന്നെ ഇതിന്റെ അടുത്ത ഷോട്ടിലാണ് നമ്മുടെ ബ്രൂസ് ബാനറിന്റെ അടുത്ത് പീറ്റർ പാർക്കർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പീറ്ററും ട്രസ്റ്റ് മീ ബാനർ, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്നും പറയുന്നുണ്ട്. അതിന് പുള്ളി എന്തോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ട്രെയിലറിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി അത് കോമിക്കിലേക്ക് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആ കോമിക് ആക്യുറേറ്റ് സീന് തന്നെ ഇവിടെ റീക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ഇതേപോലെ പുള്ളിനെ കോമിക്കിൽ എല്ലാവരും മറന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ ടൈമിൽ ഹൾക്കിന് മാത്രമേ പുള്ളിനെ ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം ബാനർ മറന്നിട്ടുണ്ടാവും, ഹൾക്ക് മറന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മുടെ ഹൾക്കിനെ കൂട്ടിക്കൊണ്ട് വരുന്നു പറഞ്ഞിട്ടുള്ള, ഐ മീൻ നമ്മുടെ സാവേജ് ഹൾക്കിനെ കൂട്ടിക്കൊണ്ട് വരുന്നു പറഞ്ഞിട്ടുള്ള ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. സോ ആ ഒരു സീൻ ഇതിൽ എക്സാക്ട് റെപ്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ ബാനറിനെ പീറ്റർ പാർക്കർ ഫോമിൽ പോയിട്ട് സ്പൈഡർമാൻ മീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ബാനർക്ക് സ്പൈഡർമാൻ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പീറ്റർ പാർക്കാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളി സ്പൈഡർമാനിലല്ലാതെ പീറ്റർ പാർക്കർ ഫോമിൽ പോയിട്ട് ബാനറിനെ പോയി കാണുന്നത്. അതിനുശേഷം ആ ബിഹൈൻഡ് ദ സീൻസിൽ ആ ടാങ്കറിൻ്റെ പോലെ തന്നെ കാണിച്ചിട്ടുള്ള ഒരു കാർ സീൻ ഫുട്ടേജും കൂടി ഉണ്ട്. അതും കൂടി കാണിച്ചിട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ആ സീനും ആ ലോഗോ കാണിച്ചതിന് ശേഷമാണ് മെയിനായിട്ടൊരു സീന്. അതായത് നമ്മുടെ ട്രെയിലറിൽ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഇടുന്ന പോലത്തെ സീന്. അതായത് നമ്മുടെ ഫ്രാങ്ക് കാസിൽ പണിഷർ വന്നിട്ട് സ്പൈഡർമാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് വില്ലൻസിനെ ഷൂട്ട് ചെയ്തിടുന്ന പോലത്തെ ഒരു സീൻ. അങ്ങനെ എല്ലാവരും കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്പൈഡർമാൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താണോ ഈ കോടോ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്ക് കാസിലും ഐ എം സേവിങ് യു എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ട്രെയിലറും ഉണ്ടാവും. ഇത്രയാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്ന ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇത് തന്നെയാണോ ഒഫീഷ്യൽ ഫിനിഷ്ഡ് ട്രെയിലർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് എന്തായാലും ഒളിച്ചും പാത്തും ആരും എടുത്തിട്ട് റിലീസായിരിക്കുന്നതാണ്. കാരണം അത്രയും ലോ ക്വാളിറ്റിയിലാണ് സാധനം റിലീസായിരിക്കുന്നത്. കാരണം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ലീക്കായ പോലെയൊന്നുമല്ല ഇത് ലീക്കായിരിക്കുന്നത്. എല്ലാം ബ്ലറും കുറച്ചൊക്കെ കൂടിയേ മാത്രമേ ഉള്ളൂ. കാരണം ട്രെയിലറിൽ തന്നെ നമ്മുടെ മാർക്ക് റഫലോനെയും പണിഷറിനെയും തന്നെ ഇങ്ങനെ കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ജാത്ര തന്നെയാണ് ഇതിലെ മെയിൻ വില്ലൻ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഇത് മൊത്തത്തിലൊരു ഫിനിഷ്ഡ് ട്രെയിലറായിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ റിലീസ് ആകുമ്പോൾ സംഗതി തീയായിരിക്കും. സോ അപ്പോൾ ഇത്രയാണ് ഈ ബ്രാൻഡ് ന്യൂ ഡേയുടെ ലീക്കായിരിക്കുന്ന ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. സോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.